നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒഹായോയിൽ നിന്നുള്ള സെനറ്റർ JD വാൻസിനെയും പ്രഖ്യാപിച്ചു. US സർക്കാരിൽ അറ്റോർണിയായ ഇന്ത്യൻ വംശജ ഉഷ ചിലുകുമാരിയാണ് വാൻസിൻ്റെ ഭാര്യ. ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 75-ാം വാർഷികം വിപുലമായി ആഘോഷിക്കാൻ തയ്യാറെടുത്ത് കേന്ദ്ര സർക്കാർ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഭരണഘടനാ ദിനമാക്കിയുള്ള പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് 75-ാം വാർഷികം ആഘോഷിക്കാനുള്ള നീക്കം. BJP ഭരണഘടനയ്ക്കെതിരെ പ്രതിപക്ഷ പ്രചരണം ചെറുക്കാനാണ് കേന്ദ്ര നീക്കം. ഭരണഘടനാ അവകാശങ്ങൾ വിശദീകരിച്ച് നിയമ മന്ത്രാലയം തയ്യാറാക്കിയ പോർട്ടലിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാനായി ഇറങ്ങിയ ജോയിയുടെ മരണത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. അമിക്കസ് ക്യൂറിയോട് ആമയിഴഞ്ചാൻ തോട് ദുരന്തം സംബന്ധിച്ച അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പ്രതിഫലമായി അമിക്കസ് ക്യൂറിക്ക് 1.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും മുനിസിപ്പൽ കോർപ്പറേഷനും റെയിൽവേയും ചേർന്ന് ഈ മാസം 19-ന് മുമ്പ് നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കാനിറങ്ങി മരണപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചു. മരായമുട്ടത്തെ ജോയിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ.